ഒരു അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ നിഫ്റ്റി ടു ഗോൾഡ് റേഷ്യോ എന്ന് പറഞ്ഞൊരു അതൊരു പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ്. നമ്മൾ ആ പണ്ടൊന്നും ഈ ഒരു വാല്യുവേഷൻ മെത്തേഡ് ഇല്ലായിരുന്നു. നിഫ്റ്റി ടു ഗോൾഡ് റേഷ്യോ, അതായത് അതിപ്പോൾ ഏതാണ്ട് 2.75 ടൈംസ് ആണ് നിഫ്റ്റി ടു ഗോൾഡ് റേഷ്യോ. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 2.75 ഗ്രാം ഓഫ് ഗോൾഡ് ഉണ്ടെങ്കിൽ ഒരു നിഫ്റ്റി മേടിക്കാം. ഇതാണ് അതിന്റെ കണക്ക്. ഈ കണക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കോവിഡ് സമയത്ത് ഇത് ഏതാണ്ട് 2 ടൈംസിലേക്ക് വന്നു. ഇപ്പൊ 2.75 ആണ്, കോവിഡ് ആയപ്പോൾ ഒരു ഏതാണ്ട് 2 ടൈംസിലേക്ക് വന്നു. ഇത് ശരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ 2.5 എപ്പോൾ വരുന്നോ അവിടുന്ന് ഒരു നല്ല റാലി ഇന്ത്യൻ മാർക്കറ്റിൽ സാധാരണ സംഭവിക്കാറുണ്ട്. റൈറ്റ്, അതൊരു എന്താ പറയുക, 20-25 കൊല്ലമായിട്ട് ഏതാണ്ട് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിരുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ്. എന്ന് പറഞ്ഞ് ഇനി അങ്ങോട്ട് നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ട് അതിന്റെ പീക്ക് സമയത്തൊക്കെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2024 അത് പീക്ക് ഏതാണ്ട് 3.75 ടൈംസ് ആയി. അപ്പൊ 3.75 ടൈംസ് ആകുമ്പോൾ ഈ ഡെപ്റ്റ് ടു GDP എന്നൊക്കെ നമ്മൾ മാർക്കറ്റിൽ പറയില്ലേ, ഈ ഡെപ്റ്റ് ടു GDP അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപ് ടു GDP ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ്, അണ്ടർ വാല്യൂഡ് ആണെന്ന് പറയും പോലെ അടുത്ത കാലത്ത് വന്ന ഒരു പുതിയ പാരാമീറ്ററാണ് ഈ പറഞ്ഞ നിഫ്റ്റി ടു ഗോൾഡ് റേഷ്യോ എന്നുള്ളത്. അത് 2024 ആയപ്പോൾ ഏതായാലും 3.75 പോയി. അത് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഇറ്റ് ഇസ് ഓവർ വാല്യുവേഷൻ. റൈറ്റ് നൗ ഏതാണ്ട് 2.75 ആയിട്ട് കുറഞ്ഞു. 2.5ലേക്ക് വരികയാണെങ്കിൽ അതൊരു അട്രാക്റ്റീവ് വാല്യുവേഷൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ബട്ട് ഇതിനൊന്നും നമുക്ക് 20-25 കൊല്ലത്തെ പാസ്റ്റ് ഡേറ്റ ഉണ്ടെങ്കിൽ പോലും പാസ്റ്റ് പെർഫോമൻസ് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേഷൻ ഫോർ ദ ഫ്യൂച്ചർ. ബട്ട് തളർന്നു കിടക്കുന്ന അല്ലെങ്കിൽ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുന്ന ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനോ ഉണരു പകരുമെങ്കിൽ ഈ ഒരു ന്യൂസ് നമുക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കും.